ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചിത്രമാണ് ടൈറ്റാനിക്. ഈ ചിത്രത്തിൻ്റെ എൻഡിങ്ങും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ടൈറ്റാനിക്കിൽ ഒന്നിക്കാൻ പറ്റാത്ത ജാക്കും റോസും പിന്നീട് അവർക്ക് ഒന്നിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഉറപ്പായിട്ടും പ്രസ് ചെയ്തേക്കണേ. ടൈറ്റാനിക്കിലെ ദുരന്തത്തിന് ശേഷം ജാക്കും റോസും രണ്ടുപേരും ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. റോസിന് തൻ്റെ കുടുംബത്തെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കുടുംബത്തിൽ ഉള്ള ആൾക്കാരും തന്നെ റോസിനെ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ജാക്കുമായിട്ടുള്ള ബന്ധം കാരണം തന്നെയാണ് അത് സംഭവിച്ചത്. അതിനുശേഷം ജാക്കും റോസും പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. അവർ വിവാഹിതരാകുന്നു. ജാക്ക് പുതിയൊരു ജോലിയിൽ പ്രവേശിച്ചു. അതേപോലെ റോസും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും വീട്ടുജോലികളുമായിട്ട് കുടുംബിനിയായി തന്നെ തുടർന്നുകൊണ്ട് പോയി. അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവർ വളരെ നല്ലൊരു ഹാപ്പി കപ്പിളാണ് എന്നുള്ളൊരു ഇമ്പ്രഷനാണ് ഫ്രണ്ട്സിനെല്ലാം ഉള്ളത്. തുടക്കത്തിൽ അങ്ങനെ തന്നെയായിരുന്നു എങ്കിലും പോകെ പോകെ അവരുടെ ഇടയിൽ പല പ്രശ്നങ്ങളും വന്നു തുടങ്ങി. ജാക്കിന് തൻ്റെ ജോലി സ്ഥലത്ത് താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉയരാൻ സാധിക്കാത്തതും റോസിൻ്റേതായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റാത്തതുകൊണ്ടും രണ്ടുപേരും വളരെ ഫ്രസ്ട്രേറ്റഡായി മാറുകയാണ്. ദിവസവും അവർക്കിടയിൽ വഴക്കുകളും പ്രശ്നങ്ങളും മാത്രമായി കൊണ്ടിരുന്നു. അവരുടെ ഇടയിലുണ്ടായിരുന്ന സ്നേഹമെല്ലാം ഇല്ലാതെയായി. അങ്ങനെ ഒരു ദിവസം അവർക്കിടയിൽ വലിയൊരു വഴക്കുണ്ടാവുന്നു. അതിനുശേഷം അതിൻ്റെ അടുത്ത ദിവസം റോസ് രാവിലെ എണീറ്റ് ജാക്കിന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി കൊടുക്കുന്നു. വളരെ ശാന്തമായി പെരുമാറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ജാക്കിനും വളരെ അത്ഭുതം തോന്നിയെങ്കിലും അവർ ചിരിച്ചുകൊണ്ട് തന്നെ പരസ്പരം ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് ജാക്ക് രാവിലെ ഓഫീസിലേക്ക് പോവുകയാണ്. എന്നാൽ റോസ് അന്ന് ഒരു കാര്യം തീരുമാനിച്ചിട്ട് തന്നെയായിരുന്നു അങ്ങനത്തെ ഒരു പെരുമാറ്റം തന്നെ കാഴ്ചവെച്ചത്. ആ സമയത്ത് ഗർഭിണിയായിരുന്ന റോസ് സ്വന്തമായിട്ട് അബോർഷൻ ചെയ്ത് അമിത ബ്ലഡ് ലോസ് കാരണം മരിക്കുകയും ചെയ്യുകയാണ്. കുറ്റബോധം കൊണ്ട് ജാക്ക് അവസാനം പിന്നീട് ചെറിയൊരു ജോലിയിലേക്ക് മാറി ഒഴിവ് സമയം തൻ്റെ കുട്ടികളുടെ ഒപ്പം ചെലവഴിക്കാനും തുടങ്ങി. ഈ ഒടുവിൽ പറഞ്ഞത് ഏത് സിനിമയുടെ കഥയാണെന്ന് മനസ്സിലായവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ.